And our goal is not in hand. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ലോ ഓഫ് ഏജൻസിയിൽ പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സബ് ഏജൻറ്റിനെ പറ്റിയും പിന്നെ കോ ഏജൻറ്റ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ പറ്റിയുമാണ്. ഇതിൽ സബ് ഏജൻറ്റിൻ്റെ റിലേഷൻഷിപ്പ്, അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ഡിഫറൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ബൈ എൻ ഏജന്റ്. ആക്ച്വലി ഒരു ഏജന്റിന് അയാൾക്ക് കൊടുത്തിരിക്കുന്ന അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, ചില പ്രത്യേക സിറ്റുവേഷൻസിൽ മാത്രമേ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പം ഇവിടെ നോക്കാം, എ പ്രിൻസിപ്പൽ വെൻ ഹി അപ്പോയിന്റ്സ് എൻ ഏജന്റ് ഈസ് എൻ്ററിംഗ് ടു എ കോൺട്രാക്ട് വിച്ച് ഇൻവോൾവ്സ് ട്രസ്റ്റ്. അപ്പോൾ ഒരാളുടെ കാര്യം ചെയ്യാൻ വേണ്ടി വേറൊരാളെ ഏൽപ്പിക്കുവാണ്, അതാണ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, വിശ്വാസത്തിന് പുറത്തുള്ള ഒരു കോൺട്രാക്റ്റ് ആണത്. He will be appointing the agent only after assessing the skill, competence and integrity of the agent. അതുകൊണ്ട് തന്നെ അയാളുടെ വിശ്വാസ്യതയും അയാളുടെ കോമ്പിറ്റൻസും സ്കില്ലും ഒക്കെ നോക്കിയിട്ടാണ് പ്രിൻസിപ്പാൾ അയാളെ അപ്പോയിന്റ് ചെയ്യുന്നത്. Therefore, the principal has got the right to ensure that the agent does not delegate his authority. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാളിന് അത് അഷ്യൂർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇയാളെ ഇപ്പം ആ സ്കില്ലിനൊക്കെ നോക്കി അയാൾ വിശ്വാസമുള്ളത് കൊണ്ട് അയാൾ എടുത്തിരിക്കുന്നത്. അപ്പം അയാളെ ഏൽപ്പിച്ച ഒരു കാര്യം അയാൾ വേറൊരാളെ ഡെലിഗേറ്റ് ചെയ്യുന്നില്ല എന്ന് അറിയാനുള്ള ഒരു റൈറ്റ് പ്രിൻസിപ്പാളിനുണ്ട്. അത് പ്രിൻസിപ്പാളിൻ്റെ കൺസെന്റ് ഇല്ലാതെ ഒരാളെയും അയാൾക്ക് വെക്കാനും പറ്റില്ല. ഹൗവർ ഹിയർ ആർ എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് ഇൻ ഏജന്റ് മേ അപ്പോയിന്റ് അനദർ ഏജന്റ്. പക്ഷെ ഇതിനൊരു എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഏജന്റിന് വേറൊരു ഏജന്റിനെ വെക്കാം. ഏജന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, പ്രിൻസിപ്പൾ അല്ല. അപ്പോൾ ഏജന്റ് വേറൊരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാണ്. അങ്ങനെ ഒരു പേഴ്സണെ നമ്മൾ പറയുന്ന പേരാണ് സബ് ഏജന്റ്. ഇപ്പൊ സബ് ഏജന്റ് എന്താണെന്ന് പഠിച്ചു നമ്മൾ. ഇനി സബ് ഏജന്റിനെ ചില എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ നമുക്ക് അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് നോക്കാം. ഒന്നാമത്തെ കസ്റ്റം ഓഫ് ട്രേഡ്. ഇഫ് ദ കസ്റ്റം ഓഫ് ട്രേഡ് പെർമിറ്റ്സ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് സബ് ഏജന്റ്. കസ്റ്റം ഓഫ് ട്രേഡ് പ്രകാരം സബ് ഏജന്റിന്റെ അപ്പോയിന്റ്മെന്റ് നമുക്ക് പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്കൊരു സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഏജന്റിന് സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാണ്. അതിന്റെ നേച്ചർ ഓഫ് ഏജൻസി, ഒന്നാമത്തെ പറഞ്ഞ നേച്ചർ ഓഫ് ട്രേഡ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിന്റെ നേച്ചറാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന നേച്ചർ ഓഫ് ഏജൻസിയാണ്. ചില ഏജൻസിയിൽ നമുക്ക് അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. നേച്ചർ ഓഫ് ഏജൻസി അങ്ങനെ പെർമിറ്റ് ചെയ്യുവാണ്. അപ്പം ഇതൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗലി അങ്ങനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അവിടെ ഉണ്ടെങ്കിലാണ്. ഇനി നെക്സ്റ്റ് ഇതല്ലാതെ സിറ്റുവേഷൻസാണ് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് ലീഗലി ആ നേച്ചർ ഓഫ് ട്രേഡ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഏജൻസി പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഇംപ്ലൈഡ് കൺസെന്റ് ഓഫ് പ്രിൻസിപ്പൾ. പ്രിൻസിപ്പളിന്റെ ഇംപ്ലൈഡ്, എക്സ്പ്രസ് അല്ല പറയുന്നത്, ഇംപ്ലൈഡ്. പ്രിൻസിപ്പളിന്റെ ആക്ട് കാരണം നമുക്ക് അങ്ങനെ തോന്നുവാണ് അവിടെ അപ്പോയിന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് സബ് ഏജന്റ് പറയാണ് അയാൾക്കൊരു സബ് ഏജന്റ് അപ്പോയിന്റ് ചെയ്യണമെന്ന്. അത് പ്രിൻസിപ്പൾ കേൾക്കുകയും പ്രിൻസിപ്പൾ അത് ഡിനൈ ചെയ്യാതിരിക്കുക, അത് ചെയ്യേണ്ടെന്ന് പറയാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ. ഇനി ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് അടുത്ത് വരുന്നത്. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണ്. അപ്പോൾ ഏജന്റിന് ഒരു സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുവാണ്. ഇതാണ് എമർജൻസി സിറ്റുവേഷൻ. ഇനി മിനിസ്ട്രിയൽ ആക്ട്സ്. മിനിസ്ട്രിയൽ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലറിക്കൽ നേച്ചറിലുള്ള വർക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ വലിയ സ്കില്ലിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഏജന്റിന് സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാം. നെക്സ്റ്റ് എക്സ്പ്രസ് കൺസെന്റ് ഓഫ് ദ പ്രിൻസിപ്പൾ. നമ്മൾ നേരത്തെ ഇംപ്ലൈഡ് കൺസെന്റ് ആണ് പറയുന്നത്, ഇനി എക്സ്പ്രസ് കൺസെന്റ് ആണ്. പ്രിൻസിപ്പൾ കറക്റ്റ് ഒരു പെർമിഷൻ കൊടുക്കുവാണ് സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാൻ. അത് വേർഡ്സ് ത്രൂ ആണ്, വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ ത്രൂ അയാൾ പറയുവാണ് നിങ്ങൾ അപ്പോയിന്റ് ചെയ്തോ എന്ന് പറയുവാണ്. അപ്പൊ ഇത്രയാണ് സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ് ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൾ. സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഏജന്റ് ആണ്. അപ്പോൾ സബ് ഏജന്റും പ്രിൻസിപ്പളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. എവിടെ നമുക്ക് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന, ഏജന്റിന് സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ചില എക്സെപ്ഷണൽ കേസസ് പറഞ്ഞു. ഈ എക്സെപ്ഷണൽ കേസസിൽ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് എന്ന് പറയും. അല്ലാത്തതിനെ നമ്മൾ ഇംപ്രോപ്പർ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സബ് ഏജന്റ് പ്രോപ്പർലി അപ്പോയിന്റഡ് ആണെങ്കിലുള്ള സിറ്റുവേഷൻ ആണ് പറയുന്നത്. അതിലൊന്നാമത് ദ പ്രിൻസിപ്പൾ ഈസ് ലയബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ ദ ആക്ട്സ് ഓഫ് സബ് ഏജന്റ് ആസ് ഇഫ് സബ് ഏജന്റ് വേർ ദ ഏജന്റ് ഒറിജിനലി അപ്പോയിന്റഡ് ബൈ ദ പ്രിൻസിപ്പൾ. പ്രിൻസിപ്പൾ അപ്പോയിന്റ് ചെയ്തതുപോലെ തന്നെ ആ ഒരു പൊസിഷനിൽ ഇരുത്തിയിട്ട്
എന്തൊക്കെയാണ് പ്രിൻസിപ്പൽ ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്തപ്പം അയാൾ പ്രിൻസിപ്പാളിന് വരുന്ന എന്തൊക്കെ ലയബിലിറ്റീസ് എടുക്കേണ്ടി വരും, ആ ലയബിലിറ്റീസ് ഒക്കെ തേർഡ് പാർട്ടീസിനോട് പ്രിൻസിപ്പാൾ എടുക്കേണ്ടി വരും. ദ ഏജന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പാൾ ഫോർ ദ ആക്ട്സ് ഓഫ് സബ് ഏജന്റ്. അതേപോലെ തന്നെ സബ് ഏജന്റ് ആക്ട്സിന് ഏജന്റ് പ്രിൻസിപ്പാളിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും. The sub-agent is not responsible to the principal except in case of fraud and willful wrong. അതുപോലെ സബ് ഏജന്റ് പ്രിൻസിപ്പാളിനോട് റെസ്പോൺസിബിൾ ആയിരിക്കില്ല, സബ് ഏജന്റ് ശരിക്കും ഏജന്റിനോടാണ് റെസ്പോൺസിബിൾ ആവുന്നത്. ചില കേസസിൽ എന്ന് വെച്ചാൽ സബ് ഏജന്റ് എന്തെങ്കിലും ഫ്രോഡ് നടത്തുകയോ അല്ലെങ്കിൽ വിൽഫുള്ളി റോങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് സബ് ഏജന്റ് പ്രിൻസിപ്പാളിനോട് റെസ്പോൺസിബിൾ ആവുന്നുള്ളൂ. ഇപ്പൊ സബ് ഏജന്റ് പ്രോപ്പർലി അപ്പോയിന്റഡ് ആണെന്നുള്ള ആ സമയത്തുള്ള സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഇനി സബ് ഏജന്റ് പ്രോപ്പർലി അപ്പോയിന്റഡ് അല്ലെങ്കിൽ ആ സബ് ഏജന്റും പ്രിൻസിപ്പളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ഒന്നാമത്തെ. The principal is not represented by such sub-agent and therefore he is not answerable for the acts of the sub-agent. Sub-agent എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൽ പ്രിൻസിപ്പൽ ആൻസറബിൾ അല്ല. എന്ന് വെച്ചാൽ പ്രിൻസിപ്പളിനെ അയാൾ റെപ്രസെന്റ് ചെയ്തിട്ടില്ല, അയാളെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഏജന്റിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൾ ഒരു കാര്യത്തിനും റെസ്പോൺസിബിൾ ആയിരിക്കുന്നതല്ല. The agent is responsible to the principal as well as to third parties for the acts of sub-agent. ഇനി sub-agent എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഏജന്റ് ആയിരിക്കും റെസ്പോൺസിബിൾ, പ്രിൻസിപ്പൾ അല്ല, ഏജന്റ് ആണ് റെസ്പോൺസിബിൾ. ഏജന്റ് സ്വന്തം റിസ്കിലാണ് ഇയാളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, പ്രിൻസിപ്പാളിന്റെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ് അല്ലാതെ അപ്പോയിന്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പൊ ഏജന്റ് റെസ്പോൺസിബിൾ ആണ്, പ്രിൻസിപ്പാളിനോട് റെസ്പോൺസിബിൾ ആണ്, അതേപോലെ തന്നെ തേർഡ് പേഴ്സൺസിനോടും റെസ്പോൺസിബിൾ ആയിരിക്കും. The sub-agent is not responsible to principal at all. Sub-agent അതേപോലെ തിരിച്ച് പ്രിൻസിപ്പാളിനോട് റെസ്പോൺസിബിൾ അല്ല, പക്ഷേ സബ്-ഏജന്റ് ഏജന്റിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ഏജന്റ് ആണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഏജന്റിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും, പക്ഷേ സബ്-ഏജന്റ് പ്രിൻസിപ്പാളിനോട് റെസ്പോൺസിബിൾ അല്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ സബ്-ഏജന്റിനെ നോട്ട് പ്രോപ്പർലി അപ്പോയിന്റഡ്. നോട്ട് പ്രോപ്പർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻസ് അല്ലാതെ, എക്സെപ്ഷൻ സിറ്റുവേഷൻ അല്ലാതെ ഒരു സബ്-ഏജന്റിനെ ഏജന്റ് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇപ്പൊ സബ് ഏജന്റിനെ നമ്മൾ പറഞ്ഞു. ഇനി വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ഓർ കോ ഏജന്റ് എന്ന് പറയാണ്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഹീസ് എ പേഴ്സൺ ഹു ഈസ് നെയിംഡ് ബൈ ദ ഏജന്റ് ടു ആക്ട് ഫോർ ദ പ്രിൻസിപ്പൽ ഇൻ ദ ബിസിനസ് ഓഫ് ഏജൻസി. അയാളെ പറഞ്ഞു കൊടുക്കുന്നത് ഏജന്റ് ആണ്, പക്ഷെ ആക്ട് ചെയ്യുന്ന പ്രിൻസിപ്പാളിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പേഴ്സൺ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ഓർ കോ ഏജന്റ് എന്ന് പറയുന്നത്. സബ് ഏജന്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഏജന്റിന് വേണ്ടിയാണ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പാളിന് വേണ്ടിയാണ്. പക്ഷെ ചിലപ്പം അയാളെ നെയിം ചെയ്യുന്നത് ഏജന്റ് ആവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അഡ്വക്കേറ്റ് പ്രിൻസിപ്പാളിന് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ അഡ്വക്കേറ്റിനോട് പ്രിൻസിപ്പാൾ പറയുകയാണ് എനിക്കൊരു സ്ഥലം സെയിൽ ചെയ്യണം, അപ്പോൾ അതിനെ ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി ഒരാളെ വേണം. അപ്പം അതിൽ ആ അഡ്വക്കേറ്റ് ഒരാളെ കണ്ടുപിടിച്ച് കൊടുക്കുവാണ്. അതിനർത്ഥം അഡ്വക്കേറ്റിന്റെ സ്ഥലമല്ല വെക്കുന്നത് അല്ലെ, പ്രിൻസിപ്പാളിന്റെ സ്ഥലം വെക്കാൻ വേണ്ടി പ്രിൻസിപ്പാളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജന്റ് ഈസ് ബൗണ്ട് ടു എക്സസൈസ് റീസണബിൾ ഡിലിജൻസ് ഇൻ എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് കേസിലും റീസണബിൾ ഡിലിജൻസ് ഉണ്ടായിരിക്കണം. ഇഫ് ഹി ഫെയിൽസ് ടു എക്സസൈസ് ഡിലിജൻസ് ഹി വുഡ് ബി ലയബിൾ ടു ദ പ്രിൻസിപ്പൽ ഫോർ ദ ആക്ട്സ് ആൻഡ് നെഗ്ലിജൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ്. അപ്പം അങ്ങനെ ഈ കേസിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്തെങ്കിലും നെഗ്ലിജൻസ് കാണിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആക്ട്സിന് പ്രിൻസിപ്പാളിനോട് ഈ ഏജന്റ് ലയബിൾ ആയിരിക്കും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത്. ഇയാള് ശരിക്കും ഏജന്റിന്റെ അണ്ടറിലല്ല വരുന്ന, പ്രിൻസിപ്പാളിന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ എ സബ് ഏജന്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. രണ്ടും നമ്മൾ എന്താന്ന് പഠിച്ചിട്ടുണ്ട്, അതെന്താ അതിന്റെ ഡിഫറൻസ് ആണ് നോക്കാനുള്ളത്. അതിലൊന്നാമത്തെ സബ് ഏജന്റ് ഡസ് ഹിസ് വർക്ക് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഏജന്റ്. സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഏജന്റ് ആണ് അല്ലെ, അപ്പൊ ഏജന്റിന്റെ അണ്ടറിലാണ്, ഏജന്റിന്റെ കൺട്രോളിലാണ് സബ് ഏജന്റ് വർക്ക് ചെയ്യുന്നത്. വേറാസ് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് വർക്ക്സ് അണ്ടർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് പ്രിൻസിപ്പാൾ. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പാളിന്റെ ഡയറക്ഷൻസിനനുസരിച്ചിട്ടാണ്. രണ്ടാമത്തെ ദർ ഈസ് നോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ സബ് ഏജന്റ് ആൻഡ് ദ പ്രിൻസിപ്പൾ. സബ് ഏജന്റും പ്രിൻസിപ്പളും തമ്മിൽ അവിടെ ഒരു കോൺട്രാക്ട് ഇല്ല. ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ദർ ഈസ് എ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ഹിം ആൻഡ് ദ പ്രിൻസിപ്പൾ. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിന്റെ കേസിലാണെങ്കിൽ പ്രിൻസിപ്പാളും ആ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ പ്രിൻസിപ്പാളിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് അവിടെ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ദ ഏജന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പാൾ ഫോർ ദ ആക്ട്സ് ഓഫ് സബ് ഏജന്റ്. സബ് ഏജന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് ഏജന്റ് ആണ്, അതുകൊണ്ട് തന്നെ സബ് ഏജന്റ് ആക്ട്സിന്
സബ് ഏജന്റ് പ്രിൻസിപ്പാളിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും. സബ് ഏജന്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുവാണെങ്കിൽ അവിടെ ഏജന്റ് ആണ് പ്രിൻസിപ്പാളിനോട് ഉത്തരം പറയേണ്ടത്. ബട്ട് ഹി ഈസ് നോട്ട് ലയബിൾ ഫോർ ദ ദാറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റുമായിട്ട് എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ വരുവാണെങ്കിൽ അതിന് അയാൾ ലയബിൾ അല്ല, ഏജന്റ് ലയബിൾ അല്ല, പ്രൊവൈഡഡ് ഹി ഹാസ് ടേക്കൺ കെയർ ഇൻ സെലക്ടിങ്. അപ്പോൾ ഇവിടെ ഏജന്റ് ആകെ ശ്രദ്ധിക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല, നല്ലൊരാളെ വെച്ച് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് അയാളുടെ റെസ്പോൺസിബിലിറ്റി അവിടെ തീർന്നു. പിന്നെ ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ത് ചെയ്തു കഴിഞ്ഞാലും അയാളുടെ റെസ്പോൺസിബിൾ അല്ല, പ്രിൻസിപ്പാളിന് മാത്രമേ റെസ്പോൺസിബിലിറ്റി വരുന്നുള്ളൂ. അപ്പം ഇത്രയാണ് സബ് ഏജന്റും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിന്ന് മെയിൻലി പഠിച്ചത് രണ്ട് കാര്യങ്ങളാണ്, സബ് ഏജന്റും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റും അല്ലേ. അതിലാദ്യം നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി പഠിച്ചു. ഒരു ഏജന്റിന്റെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ സബ് ഏജന്റിന്റെ കാര്യം പഠിച്ചു. സബ് ഏജന്റിനെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് അതൊക്കെ പഠിച്ചു. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ് ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ, സബ് ഏജന്റും പ്രിൻസിപ്പളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. അതിൽ സബ് ഏജന്റിനെ പ്രോപ്പർലി അപ്പോയിന്റ് ചെയ്താൽ എങ്ങനെയാണ്, പ്രോപ്പർലി അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ എന്താണ്, രണ്ട് സിറ്റുവേഷൻ പഠിച്ചു. നെക്സ്റ്റ് പഠിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ഓർ കോ ഏജന്റിന്റെ കാര്യമാണ്. അതിനാരാ അപ്പോയിന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചു. പിന്നെ അതിൽ സബ് ഏജന്റും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റും തമ്മിൽ ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഹാപ്പി ലേണിംഗ്.